ഹലോ ഫ്രണ്ട്സ്, അപ്പനും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വെളിയത്ത് ഗാർഡനിൽ നിന്ന് മേടിച്ച ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന കംബോഡിയൻ മുന്തിരിയുടെ ഒരു തൈ നമ്മൾ അവിടുന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ നമുക്കത് അയച്ചു തന്നിരിക്കുക. കുറേ നാൾ നമ്മൾ അതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അവരത് തയ്യാറാക്കി നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അവരുടെ അഡ്രസ്സൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. വെളിയത്ത് ഗാർഡൻ നമുക്ക് വന്നിരിക്കുന്നതാണിത്. ഇതാണ് അതിൻ്റെ ഒരു അവരയച്ചു തന്നിരിക്കുന്ന രൂപ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. പാക്കിംഗ് ഒക്കെ ഭയങ്കര ശക്തമായ പാക്കിങ്ങാണ്. ചെടിക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണെന്ന് തോന്നുന്നു ഇവർ ഇത്ര ശക്തമായി രീതിയിലുള്ള പാക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ ചെടി വന്നിരിക്കുന്നതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം. ഈ അവസ്ഥയിലാണ് നമുക്ക് ആ ചെടി കിട്ടിയിരിക്കുന്നത്. കംബോഡിയൻ മുന്തിരിയാണ്. ഇത് കണ്ടിട്ട് ഇത് തണ്ട് വെച്ചല്ല കിളിപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇതിനൊരു കിഴങ്ങാണ് ഉള്ളത്. ആ കിഴങ്ങ് വെച്ചായിരിക്കും ഇത് കിളിപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ട്. സാധാരണ നമുക്ക് മുന്തിരിത്തൈ കിട്ടുമ്പോൾ തണ്ടേന്ന് പൊട്ടിക്കിളിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു തൈ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കിഴങ്ങ് വെച്ചായിരിക്കും കിളിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കരുതുന്നു. അപ്പം നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് നോക്കാം. ഇളക്കാത്ത രീതിയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും ഇതുപോലുള്ള പാക്കിങ്ങാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കൂടിൻ്റെ മേളിലൊരു കൂട് കെട്ടി ഒട്ടും അതിൻ്റെ കേടുപറ്റാത്ത രീതിയിലൊക്കെയാണ് അവർ അതിൻ്റെ പാക്കിങ് കറക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നത്. നല്ലൊരു രീതിയിലാണ് അവർ നമുക്ക് അതിൻ്റെ തൈ തന്നിരിക്കുന്നത്. നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിന് കേട് പറ്റാതിരിക്കാൻ നമ്മളും കൂട് പൊട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഈ മുന്തിരിയുടെ അവസ്ഥയാണിത്. കാരണം നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് ഇതിൻ്റെ മുന്തിരിയുടെ അവസ്ഥ. ഇത് നമ്മളിനി ഒരു 2 ആഴ്ച തണലത്ത് തന്നെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടെ നല്ലൊരു വലിപ്പമുള്ള കവറിലോട്ട് മാറ്റി വെച്ചാലും വളരെ നല്ലതാണ്. പക്ഷെ ഇതുപോലെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 ആഴ്ച നമ്മൾ തണലത്ത് വെക്കുക. അതിനുശേഷം ഇത് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.